ചിന്തിച്ചാലൊരു അന്തവുമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല എന്ന് പറഞ്ഞതുപോലെയാണ് സംസ്ഥാനത്തെ റോഡുകളിൽ നടക്കുന്ന അപകടങ്ങളുടെ എണ്ണം തീർച്ചയായിട്ടും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഫലമായിട്ട് പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്സും എല്ലാം തകൃതിയായിട്ട് പരിശോധന നടത്തുന്നുണ്ട്. ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, എത്ര ദിവസത്തേക്ക്? ഒരു സംശയവുമില്ല, ഏതാനും ദിവസം. അത് കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെയാകും. അപകടങ്ങളുടെ എണ്ണം കൂടും, വാർത്തയിൽ ഒന്നുമല്ലാണ്ട് വരും. യഥാർത്ഥത്തിൽ അപകടങ്ങളുടെ എണ്ണം നമ്മളുടെ കാതിനെയും മനസ്സിനെയും മരവിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് കേൾക്കാനും കാണാനും ഇഷ്ടമില്ലാത്ത വലുതും ചെറുതുമായ ധാരാളം അപകട മരണങ്ങൾ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അപകടങ്ങളുടെ, പ്രത്യേകിച്ച് റോഡുകളിൽ നടക്കുന്ന അപകടങ്ങളുടെ എണ്ണത്തെക്കുറിച്ചിട്ടുള്ള ഒരു വിലയിരുത്തലാണ് ഈ പങ്ക്തി നടത്തുന്നത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചർച്ചകളിൽ വരാത്ത രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനാമുഖമായിട്ട് നമുക്ക് റോഡ് അപകടങ്ങളെക്കുറിച്ചിട്ട് ഒരല്പം മനസ്സിലാക്കാം. ലോകത്തിൽ എല്ലാ വർഷവും 1.25 ദശലക്ഷം ആളുകൾ മരിക്കുന്നു ഈ റോഡുകളിലെ അപകടങ്ങളിലൂടെ. 50 ദശലക്ഷം പേർക്ക് പരിക്കേൽക്കുന്നു. റോഡപകടം 9ാമത്തെ മരണകാരണമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് 2030-ലും 7ാമത്തെ കാരണമായി തുടരുമെന്നുള്ളത് തികച്ചും വേദനാജനകമാണ്. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞു തീർന്നാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ റോഡ് അപകടം നടക്കുന്ന രാജ്യം. 2023-ൽ 4.8 ലക്ഷം റോഡ് അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതിൽ മരിച്ചവർ 1.72 ലക്ഷം ആളുകൾ. യഥാർത്ഥത്തിൽ 2023-ലെ അവസാന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം. മറ്റൊരു കണക്ക് പ്രകാരം 2022 മുതൽ 24 ഡിസംബർ 9 വരെയുള്ള കണക്ക് പ്രകാരം 14.1 ലക്ഷമാണ് അപകടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഒരു ദിവസത്തെ കണക്കിൽ പരിശോധിക്കുമ്പോൾ അത് ശരാശരി 102 മരണമാണ്. അപകടം കൂടിയ 5 സംസ്ഥാനങ്ങൾ തമിഴ്നാട്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, കർണാടക, കേരളമാണ്. എന്നാൽ ദിവസവും നടക്കുന്ന അപകടത്തിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട്, മധ്യപ്രദേശ്, കേരളം, ഉത്തർപ്രദേശ്, കർണാടകം എന്നിവയാണ്. അതായത് കേരളം 3ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. നമുക്ക് വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ ഈ തെക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ അപകടം വളരെ കൂടുതലായിട്ട് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ തെക്കൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത്? ഒരു റിപ്പോർട്ട് പറയുന്നത് 2 വീലറുകളുടെ എണ്ണം വർദ്ധിച്ചതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത് ഇൻഷുറൻസ് പെനിട്രേഷൻ വർദ്ധിച്ചത് കൊണ്ടിട്ട് അതിൻ്റെ ഫലമായിട്ടും അപകടങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുകയും ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തുകയും ചെയ്യുന്നു. ഏതായാലും ഈ അപകടങ്ങൾ മൂലം 23% ആളുകൾ മരിക്കുന്നതായിട്ടാണ് കണക്ക് കാണിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റവർ 25%. ഇതിൽ തന്നെ വളരെ രസകരമായി കാണേണ്ട ഒരു കാര്യം പ്രായപൂർത്തിയാകാത്തവർ 8.6 ലക്ഷം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വലിയ കാരണങ്ങൾ കൂടിയാണെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളത്തിലെ അവസ്ഥ തികച്ചും പേടിപ്പെടുത്തുന്നതാണ്. 2023-ൽ 48,091 അപകടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 4,080 മരണം, 54,321 പരിക്കുകളും. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഈ വർഷത്തെ കണക്കുകൾ ഒരു വർഷം നമ്മൾ പരിശോധിക്കുമ്പോൾ, ഒരു വർഷത്തെ ശരാശരി നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 3000 തൊട്ട് 4000 വരെയാണ് റോഡപകടങ്ങൾ മൂലമുണ്ടാകുന്ന മരണസംഖ്യ. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ 2023-ൽ അത് 4,080 എന്ന് ഓർക്കണം. ഇതിൻ്റെ കാരണങ്ങൾ എന്താണ്? ഇത് പൊതുചർച്ചയിലും പൊതു ഇടങ്ങളിലുമൊക്കെ ധാരാളം വന്നിട്ടുള്ളതാണ്. എന്നാലും ഒന്ന് ആവർത്തിക്കുകയാണ്. പ്രധാനമായിട്ടുള്ള കാരണം വാഹനത്തിൻ്റെ പരിപാലനക്കുറവാണ്. വാഹനത്തിൻ്റെ നിർമ്മിതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടപ്പോഴും അതിനെ ശരിയായ രീതിയിൽ പരിപാലിക്കുന്നില്ല എന്നുള്ളതാണ് വലിയൊരു കാര്യം. അതുപോലെ അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ് റോഡിൻ്റെ തകരാറുകൾ. കേന്ദ്ര ഗതാഗത മന്ത്രിയുടെ തന്നെ അഭിപ്രായത്തിൽ റോഡ് എഞ്ചിനീയറിങ്ങിലുള്ള പ്രശ്നം അപകട കാരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്.
അതായത് അപകടകരമായ വളവുകളുണ്ട്, മീഡിയൻ ഇല്ലാത്തത്, റോഡിൻ്റെ വീതി കുറവ് തുടങ്ങിയ നിരവധി കാരണങ്ങൾ ഈ റോഡ് എഞ്ചിനീയറിംഗുമായിട്ട് ചൂണ്ടിക്കാട്ടാൻ കഴിയും. ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നതാണ് മറ്റൊന്ന്. നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാമെന്ന ധാരണയും ഈ അപകടത്തിൽ ചെന്ന് പെടുന്നവർക്കുണ്ട്. ഇതും ഒരു അപകടത്തിന് കാരണമാകുന്നു. അതുപോലെ മറ്റൊന്നാണ് ഡ്രൈവർമാരുടെ വൈദഗ്ധ്യക്കുറവ്. ഒരു ലൈസൻസ് കിട്ടിയതുകൊണ്ട് വൈദഗ്ധ്യത്തോടുകൂടി വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യാമെന്ന് കരുതണ്ട. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇന്നത്തെ വാഹനങ്ങളുടെ എൻജിൻ പവറും അതുപോലെ തന്നെ റോഡിനെ കുറിച്ചുള്ള ധാരണക്കുറവും ഈ ഡ്രൈവർമാരുടെ വൈദഗ്ധ്യത്തിന് മാറ്റുകൂട്ടുന്ന കാര്യങ്ങളാണ്. അതെല്ലാം വേണ്ടും വണ്ണം ഉണ്ടാകുന്നില്ല എന്നതാണ് വലിയൊരു കുഴപ്പം. അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് റോഡ് സുരക്ഷയിൽ പരിശീലനം നന്നായിട്ട് കൊടുക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാരണം. ഡ്രൈവർമാർക്കുള്ള അമിതമായ ആത്മവിശ്വാസവും അപകടത്തിനൊരു കാരണമാണ്. റോഡുകളിലെ സുരക്ഷാ ഓഡിറ്റ് നന്നായിട്ട് നടക്കുന്നില്ല എന്നതാണ് മറ്റൊരു പോരായ്മ. അതുകൊണ്ടും അപകടങ്ങളുടെ എണ്ണം കൂടുന്നു. ലഹരിയുടെ ഉപയോഗം മറ്റൊരു കാരണമാണ്. അതുപോലെ തന്നെ പല ട്രാഫിക് പരിഷ്കാരങ്ങളും വരും. അത് ആയുസ് കുറഞ്ഞ ട്രാഫിക് പരിഷ്കാരങ്ങളാണ്. വേഗപ്പൂട്ടൊക്കെ വന്നിട്ട് ഇപ്പോഴത്തെ പരാജയപ്പെട്ട് കഴിഞ്ഞു. അതിൻ്റെ ആയുസ് വളരെ ചെറുതാണ്. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ സമീപനത്തിൽ നന്നായിട്ട് മാറ്റം ഉണ്ടാകണം. ഈ പറയുന്നത് പോലല്ല, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പങ്ക്തി മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, റോഡ് സേഫ്റ്റി ഒരു പൊതുജന ആരോഗ്യ പ്രശ്നമായി കാണണം. അതിനായി റോഡ് സേഫ്റ്റി സിസ്റ്റം കൃത്യമായി നടപ്പിലാക്കണം. ഈ റോഡ് സേഫ്റ്റി സിസ്റ്റത്തിനകത്ത് 5 റൂളുകളാണുള്ളത്. ഒന്ന്, അതിശക്തമായ നിയമങ്ങൾ. 2, അർഹതയുള്ള കരങ്ങളിൽ മാത്രം ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുക എന്നുള്ളത്. 3, അപകടത്തെക്കുറിച്ചിട്ടുള്ള അവബോധം. അത് ആളുകളിൽ പ്രത്യേകിച്ച് ഡ്രൈവേഴ്സിൻ്റെ ഇടയിൽ സൃഷ്ടിക്കുക. ശാസ്ത്രീയമായ റോഡ് ഡിസൈൻ ചെയ്യുക. അവസാനമായിട്ട് അപകടാനന്തര ചികിത്സയും പരിരക്ഷയും ഉണ്ടാകുക. ഈ 5 നെടുംതൂണുകളിലുള്ള റോഡ് സേഫ്റ്റി സിസ്റ്റം ശക്തമായി നടപ്പിലാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാരണം. ഈ ഫ്രെയിംവർക്കിനകത്തുള്ള ചർച്ചയാണ് ശക്തമായിട്ടുണ്ടാകേണ്ടത്. അതിനേക്കാളും പ്രധാനപ്പെട്ട, അതേസമയം അവഗണിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഈ പങ്ക്തി കൂടുതൽ ഊന്നൽ നൽകുന്നത്. അപകടങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന സാമ്പത്തിക വശങ്ങളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. കൃത്യമായിട്ട് ഈ സാമ്പത്തിക വശങ്ങൾ പരിപൂർണമായിട്ടും അവഗണിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് ലോകത്തെ ഗതാഗത അപകടങ്ങൾക്ക് ചെലവാകുന്ന തുക ലോക GDPയുടെ 3%. വികസിത രാജ്യങ്ങളിൽ അത് 5%. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന നഷ്ടവും മറ്റുമൊക്കെ കണക്കാക്കിയെടുത്താൽ അത് GDPയുടെ 5% വരുന്നുണ്ട് എന്നതാണ്. അപ്പോൾ ഈ സാമ്പത്തിക വശങ്ങൾ പരിഗണിക്കാതെയുള്ള മുന്നോട്ടുള്ള പോക്ക് സത്യത്തിൽ സർക്കാരിനും നഷ്ടമാണ്, മറ്റ് ഏജൻസികൾക്കും നഷ്ടമാണ്. ഇതിലെല്ലാത്തിലും ഉപരി വളരെ പ്രധാനപ്പെട്ടതാണ് കോടതികളിൽ നിന്നിട്ട് ഇത് സംബന്ധമായിട്ടുള്ള കേസുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ന്യായവിധികൾ ശരിയായ രീതിയിൽ സാമ്പത്തിക വശങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത്. പലപ്പോഴും നമുക്ക് സാമ്പത്തിക വശത്തെ പരാമർശിക്കുന്നതായിട്ട് കാണാം, പക്ഷെ അത് ശാസ്ത്രീയമായ രീതിയിൽ കൃത്യമായിട്ട് അത് പരിഗണിച്ചു കൊണ്ടിട്ടുള്ള ന്യായവിധികൾ വളരെ കുറവാണെന്ന് തന്നെ കാണാൻ കഴിയും. അതുകൊണ്ടിട്ട് നിയമ സാമ്പത്തിക ചേരുവ വളരെ അടിയന്തിരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ തർക്ക പരിഹാര ന്യായവിധികളിൽ സാമ്പത്തിക വശങ്ങൾ ശാസ്ത്രീയമായി ഉൾക്കൊള്ളുക, അങ്ങനെ അപകടത്തിൽപ്പെടുന്നവരുടെ സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലം പരിഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇവിടെ വരുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് ചികിത്സാ ചെലവ്, ആയുസ്സിൻ്റെ ദൈർഘ്യം, അതിലെ ജോലിയിലെ സാമ്പത്തിക നഷ്ടം മൂലമുണ്ടാകുന്ന സാമ്പത്തിക ഭദ്രതയും ദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസം, ഇവയൊക്കെ ശരിയായി പരിഗണിച്ചിട്ട് വേണം നമ്മളൊരു വിധിന്യായം ഉണ്ടാകേണ്ടത്. ഇത്തരണത്തിൽ ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുകയാണ്. എൻ്റെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഗ്രാൻഡ് മദർ ഒരു 76-78 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു ബസ് അപകടത്തിൽപ്പെട്ടു. സ്വാഭാവികമായിട്ട് ആശുപത്രിയിൽ എത്തിക്കുകയും ഈ പ്രായത്തിൽ ഒരു സർജറിക്ക് ബുദ്ധിമുട്ടാണെന്നും ഇനി കാലിന് സ്വല്പം മുടങ്ങുണ്ടാകുമെന്നും അതുമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഡോക്ടർ നിഷ്കർഷിച്ചു. അന്ന് ഔട്ട് ഓഫ് ദ കോർട്ടിൽ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടായിരുന്നു. ഇൻഷുറൻസുകാരും ഇവരുമായിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആയിരുന്നു. അതിൽ റിട്ടയർ ചെയ്ത ജഡ്ജിമാരായിരുന്നു അതിൻ്റെ വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുക. ഈ സുഹൃത്ത് അവിടെ ഈ ക്ലെയിം സെറ്റിൽമെൻറ്റിന് വേണ്ടി അപേക്ഷ കൊടുത്തു.
ഒരു വക്കീലിൻ്റെ സഹായമില്ലാതെ അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ഇവരുടെ പ്രശ്നങ്ങളെല്ലാം കേട്ടിട്ട് ജഡ്ജി ഒരു 25,000 രൂപ നഷ്ടപരിഹാരമായിട്ട് വിധിക്കുകയുണ്ടായി. അപ്പോൾ എൻ്റെ സുഹൃത്ത് ശക്തമായിട്ട് വാദിക്കുകയുണ്ടായി. 76-78 വയസ്സുണ്ടോ എന്നുള്ളത് പരിഗണനയ്ക്ക് എടുക്കരുത്. കാരണം അവരുടെ സഹോദരൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. മൂത്ത സഹോദരനാണ്. 90 വയസ്സ് വരെ കുടുംബത്തിൽ ആയുസ്സുള്ളവരാണ് പലരും. മാത്രമല്ല, ഇനി എത്ര വയസ്സുണ്ടാകുമെന്നുള്ളത് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചികിത്സയ്ക്കും മറ്റും കൂടുതൽ ചിലവാകും. പിന്നെ ഈ കാല് മുടന്തി നടക്കേണ്ടി വരുന്നിട്ടുള്ള പെയിനും മറ്റുമൊക്കെ കണക്കാക്കിയിട്ട് ഈ നഷ്ടപരിഹാരം ഉയർത്തിത്തരണമെന്ന് വാദിക്കുകയുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ വാദം വളരെ ഇമ്പ്രസീവായി തോന്നുകയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ജഡ്ജി 40,000 രൂപയായി നഷ്ടപരിഹാരം ഉയർത്തുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക വശങ്ങളെ പ്രോപ്പറായിട്ട് പരിഗണിച്ചു കൊണ്ടിട്ടുള്ള വിധിന്യായങ്ങൾ വന്നാൽ മാത്രമേ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. PWD സൃഷ്ടിക്കുന്ന കുഴികളിൽ വീഴുന്നുണ്ടാകുന്ന അപകടം വളരെ വലുതാണ്. ഈ സാമ്പത്തിക നഷ്ടം കൃത്യമായി പരിഗണിച്ചു കൊണ്ടിട്ട് അതിൻ്റെ പുറത്തുള്ള ഒരു ശിക്ഷ കടുത്തതാണെന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റും. മറ്റെന്ത് പറഞ്ഞാലും ഈ സാമ്പത്തിക വശങ്ങൾ ശരിയാവണ്ണം പരിഗണിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞു തീർന്നാൽ റോഡ് അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പങ്ക്തി അവസാനിപ്പിക്കുന്നു. പുതിയ വീഡിയോയ്ക്കായി കാത്തിരിക്കുക. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.